ഭൂമിയുടെ സമുദ്രങ്ങളുടെ വിശാലമായ വിസ്തൃതിയിൽ ഭൂഗർഭ ശാസ്ത്രജ്ഞർ ആഫ്രിക്കയുടെ ആഴങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ആറാമത്തെ സമുദ്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ. ഒരു സങ്കീർണമായ ഭൗമശാസ്ത്ര ഘടനയുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡം നമ്മുടെ ഗ്രഹത്തിന്റെ ഭൂമിശാസ്ത്രത്തെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഒരു അപൂർവ പ്രതിഭാസത്തിലൂടെ കടന്നു പോവുകയാണെന്നാണ് പറയപ്പെടുന്നത്. എത്യോപ്യയിലെ വിശാലവും ശാന്തവുമായ മരുഭൂമിയിൽ 2005 മുതൽ ശ്രദ്ധേയമായ ഒരു പ്രതിഭാസം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നും 35 മൈൽ നീളമുള്ള കിഴക്കൻ ആഫ്രിക്കൻ വിള്ളൽ എന്നറിയപ്പെടുന്ന അസാധാരണമായ പ്രതിഭാസമാണ് അതെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ഈ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ നിരന്തരമായ ചലനത്തോടെയാണ്. ടെക്ടോണിക് പ്ലേറ്റുകൾ ക്രമേണ അകന്നു പോകുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിന് കീഴിൽ ഇതിനകം തന്നെ വലിയ മാറ്റങ്ങൾ രൂപപ്പെടുന്നതായി എത്യോപ്യയിലെ ഈ വിള്ളൽ കാണിക്കുന്നുണ്ട്. ഭൂമിയുടെ ആറാമത്തെ സമുദ്രത്തിന്റെ ആവിർഭാവത്തിനും ഇത് വഴിയൊരുക്കിയേക്കാം എന്നാണ് പറയപ്പെടുന്നത്. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന താപത്താലാണ് ടെക്ടോണിക് പ്ലേറ്റുകൾ ചലിക്കുന്നത്. രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം അകന്നു പോകുമ്പോൾ അവയ്ക്കിടയിൽ ഒരു വിടവ് അല്ലെങ്കിൽ വിള്ളൽ ഉണ്ടാകുന്നു. പ്ലേറ്റുകൾ അകന്നു പോകുമ്പോൾ ആ വിടവ് നികത്താൻ ആവരണത്തിൽ നിന്നുള്ള മാഗ്മ, അതായത് മോൾഡൻ ഓർ സെമി മോൾഡൻ മെറ്റീരിയൽ ഉയർന്നു വരുന്നു. ഈ മാഗ്മ ഉയരുകയും ദൃഢമാവുകയും ചെയ്യുമ്പോഴാണ് സമുദ്രത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നത്.